വർണ്ണിക്കും. പൂർണ്ണ ഹൃദയത്തോടെ യേശുവേ സ്തുതിക്കും. നിന്നത്ഭുതങ്ങളെ ഒക്കെയും ഞാൻ വർണ്ണിക്കും. നിന്നിൽ സന്തോഷിച്ച് ഉല്ലാസിക്കും. നിന്റെ നാമത്തെ ഞാൻ കീർത്തിച്ചിടും. നിന്നിൽ സന്തോഷിച്ച് ഉല്ലാസിക്കും. നിന്റെ നാമത്തെ ഞാൻ കീർത്തിച്ചിടും. അത്യുന്നതനായുള്ളോവേ, സിയോനിൽ വസിക്കുന്നോനെ, രാജാതിരാജാവായോനെ, നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. അത്യുന്നതനായുള്ളോവേ, സിയോനിൽ വസിക്കുന്നോനെ, രാജാതിരാജാവായോനെ, നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന വിധങ്ങളെക്കുറിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ ചിന്തകളിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അവൻ്റെ നിയമങ്ങളെ നമ്മളോട് സംസാരിക്കുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടത്തെ നമ്മളോട് സംസാരിക്കുന്നു. നമ്മുടെ ചിന്തകളിലാണ് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ചിന്തകളിൽ പിശാചും ചിലത് വിതയ്ക്കുവാനിടയായിത്തീരുന്നത്. എന്നാൽ പലപ്പോഴും നമ്മൾ ആ കാര്യത്തിൽ നമ്മുടെ ചിന്തകളെ എത്രത്തോളം ദൈവമായുള്ള ബന്ധത്തിൽ സൂക്ഷിക്കാൻ കഴിയുമെന്നത് അതിൽ നമ്മൾ അറിവുള്ളവരല്ല. നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കാറില്ല. കാരണം പിശാച് വിതയ്ക്കുന്ന വിത്ത് എത്രത്തോളം നമ്മുടെ ഉള്ളിലുണ്ടോ അത്രത്തോളം എനിക്ക് ദൈവശബ്ദത്തെ കേൾക്കാൻ കഴിയത്തില്ല, അതിനെ മനസ്സിലാക്കാൻ കഴിയത്തില്ല. ഇന്ന് നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തൊരു ആത്മീയ തലത്തിലേക്ക് കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും കൊണ്ടുപോകട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഈ ശലോമോന് രണ്ടാമത്തെ പ്രാവശ്യം ദൈവം വെളിപ്പെട്ടതിന് ശേഷം ദൈവം പിന്നീട് ശലോമോനെ വെളിപ്പെട്ടതായി കാണുന്നില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബൈബിളിലെ? ഇല്ല. പക്ഷെ അതിനുശേഷം ശലോമോനിൽ കാണുന്ന ഒരു പ്രത്യേകത, അവൻ സോഷ്യലായി. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, സോഷ്യലായപ്പോ എല്ലാ സോഷ്യൽ പാർട്ടികളിലും അവൻ പോകാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അവരുമായിട്ടുള്ള ചങ്ങാത്തം എന്നെ ഫേമസ് ആക്കും എന്ന ചിന്ത അവനെ ഭരിക്കാൻ തുടങ്ങി. അടുത്തിരിക്കുന്നവരോട് പറ, അവനുമായിട്ടുള്ള ചങ്ങാത്തം എന്നെ ഉയർത്തും, എനിക്ക് ഫേമസ് ആക്കും, എൻ്റെ ഫിഗറിനെ നാട്ടിൽ അറിയുമെന്ന ചിന്തയുണ്ടാക്കി. നിങ്ങളുടെ ഹാലിനെ സ്വതന്ത്രമൊക്കെ പോയോ? നിങ്ങളെന്നും സെൽഫി എടുത്ത് നിങ്ങളുടെ യൂട്യൂബിൽ ഇടുന്നത് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇടുന്നതിൻ്റെ ഒരു ഇൻറ്റൻഷൻ പറയാം, നിങ്ങൾക്ക് എവിടെയോ സ്റ്റാർ ആകാൻ ഒരു ആഗ്രഹമുണ്ട്. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെ ഒരു അർത്ഥം അതാണ്. പക്ഷേ സ്റ്റാർ ആക്കാൻ കഴിയുന്നത് എൻ്റെ ദൈവത്തിനാണെന്ന് നിങ്ങൾ മറന്നുപോയി. അവന്റെ കൂടെ നിന്നവരാരും ഇതുവരെ സ്റ്റാർ ആകാതിരുന്നിട്ടില്ല. അവരെ എല്ലാവരെയും അവൻ സ്റ്റാർ ആക്കിയിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറ, ശബ്ദം ഉയർത്ത, യേശുവേ എന്ന് വിളിക്കേ. നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകൾ ദൈവത്തിന് വാല്യൂ ഉള്ളതാണ്. പറ, ദൈവത്തിലെ നിങ്ങളുടെ ചിന്തകൾ വാല്യുബിൾ ആണ്. ഹൃദയത്തിലെ ചിന്തകൾ ദൈവത്തിന് വാല്യുബിൾ ആണ്. അതുകൊണ്ട് പിശാച് അവന്റെ സീഡ് കൊണ്ട് ഇടുന്ന സ്ഥലവും നിന്റെ ഹൃദയത്തിലെ ചിന്തയാ. എങ്കിൽ മാത്രമേ നീ ദൈവശബ്ദത്തെ തിരിച്ചറിയാതിരിക്കുകയുള്ളൂ എന്ന് അവനെ അറിയാം. കേട്ടില്ല. നിങ്ങളുടെ അകത്ത് ഷോർട്സ് കണ്ടാൽ, നിങ്ങളുടെ യൂട്യൂബിൽ പൊങ്ങി വരുന്ന പോപ്പപ്പ് കണ്ടാൽ അതിന്റെ പുറകിൽ നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ പിശാചിനറിയാം ദൈവശബ്ദം ഞാൻ കേൾക്കത്തില്ല. കാരണം എൻ്റെ സീഡാണ്, എൻ്റെ വിത്താണ് അവന്റെ മനസ്സിനകത്ത് കിടക്കുന്നത് എന്ന് അവനറിയാം. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറ, പറിച്ചു കളയണം ചിലത്. അടുത്തിരിക്കുന്നവരോട് പറ, കാട് തെളിക്കണം. കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്കൊരു വാട്സപ്പ് അയച്ചിരിക്കാൻ സോളിക്ക് കാണിച്ചു കൊടുത്തു. എൻ്റെ ബോധം പോയി, അവളെയും ബോധം പോയി. എല്ലാ സങ്കടം കൂടെ എന്നോട് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു കാട് തെളിക്ക് എന്ന് പറഞ്ഞു. അത്രേ ലോക്കത്തുള്ളൂ. ഈ കാട്ടിലുള്ള കാര്യം ഞാൻ കേട്ടിട്ട് കാര്യമുണ്ടോ? അത് ഞാൻ പറിക്കാൻ ഒക്കത്തില്ല, ലോകത്തിൽ ആർക്കിട്ട് പറിക്കാൻ ഒക്കത്തില്ല, സ്വയമേ പറിക്കാൻ ഒക്കത്തുള്ളൂ. അടുത്തിരിക്കുന്നവരോട് പറ, കാട് പറിക്ക്.
എത്ര പേർ റെഡിയാ? ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഇന്ന് രാത്രി നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ യൂട്യൂബിന് മുമ്പിൽ ഇരുന്നാൽ ഇന്ന് നിങ്ങൾക്ക് കാണാം ഏത് കാടാ കയറി വരുന്നതെന്ന്. സീരിയസ്ലി. കാരണം നിന്റെ ഹൃദയത്തെ ഒരുവൻ വളരെ വലുതായി വാല്യുബിളായി കാണുന്നത് പിശാചിന് നന്നായിട്ട് അറിയാം. യു ആർ എ ചോസൻ വെസൽ. ആദ്യം പിശാചിന് അറിയാം നീ എവിടെ എത്താൻ പോകുന്നു എന്നും അവന് നന്നായിട്ട് അറിയാം. അതിൽ കമോൺ കൈ അടിച്ചൊരു ഹല്ലേലൂയ പറ. യൗവനക്കാരെ, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നെറ്റ്വർക്കുകൾ നല്ലതാണ്. പക്ഷേ നിങ്ങളെ ദൈവശബ്ദത്തിനേക്കാൾ വലുതല്ല മറ്റൊന്നും. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയെങ്കിലും ഒരു നല്ല ഹല്ലേലൂയ പറയാമോ? ഞാൻ ഒത്തിരി കാട് കയറിപ്പോയി, പക്ഷെ എന്തുകൊണ്ടാണ് കാട് കയറിപ്പോയെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഈസ് യൂസ്ഫുൾ ടു യു. ആമേൻ. ചിലത് ഞാൻ പച്ചയായി ഇങ്ങനെ വെട്ടി പറയുന്നത് കൊണ്ട് നിങ്ങളുടെ അകത്ത് ഈ വാക്കുകൾ കിടക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ആരും എനിക്കൊരു കയ്യടി ഒന്നുമില്ലല്ലോ. സോളി ഒന്നും കൂടെ വരാമോ? നിങ്ങളുടെ മനസ്സിനകത്താണ് ദൈവം അവൻ്റെ നിയമങ്ങളെ പറഞ്ഞു തരുന്നത്. അത് നിങ്ങളിൽ അകത്തേക്ക് വരുന്ന ചിന്തകളാണ്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറ. ശബ്ദമേർന്നൊരു ഹല്ലേലൂയ പറ. ഇനി ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെയും നിങ്ങളുടെയും അകത്ത് ചില ക്രിസ്ത്യൻ ഫൗണ്ടേഷനുകളുണ്ട്. ബൈബിൾ വായിക്കുമ്പോൾ ആ ഫൗണ്ടേഷനിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിനകത്ത് ചില ചിന്തകൾ വരാം. പക്ഷേ ആ ഫൗണ്ടേഷൻ അപ്പുറമായിട്ട് ഉന്നതമായ ചില സംശയങ്ങൾ നമ്മുടെ അകത്തേക്ക് വരും. നമ്മൾ അതിനെ കാര്യമായി കാണാറില്ല. പക്ഷേ ആ സംശയങ്ങളെ ദൈവവചന അടിസ്ഥാനത്തിൽ വീണ്ടും ആരെങ്കിലും പരിശോധിക്കുന്നുവെങ്കിൽ ആ വരുന്ന സംശയം the word of the Lord ആണ്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ സംശയ രൂപേണ വരുന്ന പലതിനെയും തള്ളിക്കളയുമ്പോൾ വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്താ. ആ സംശയത്തിന്റെ പുറകെ ഇരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആരോ ഒരാള് എന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ലോകത്തിലെ മറ്റാരുമല്ല, സർവശക്തനായവനാണ്. പക്ഷെ നിനക്ക് തോന്നിയത് മനസ്സിലാകുന്നില്ലല്ലോ. ഇതെന്താ എനിക്ക് പിടികിട്ടാത്തത്? ഇതെന്താ ശരിക്കും എന്താ എഴുതിയിരിക്കുന്നത് എന്നാ തോന്നിയത്? പക്ഷെ സ്വർഗത്തിന് പറയാനുള്ളത് ഐ എം ട്രൈങ് ടു ഇന്ററാക്ട് ഹർ. ഞാൻ എന്തോ അവളോട് സംസാരിക്കാൻ ശ്രമിക്കുകയാ. Now she is coming to me. അവൾ എൻ്റെ അടുക്കലേക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്ന് ദൈവം നിന്നെ നോക്കിയിരിക്കുകയാണ്. Sorry to say one thing, if you are not be with the word, ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. പക്ഷേ ആരെങ്കിലും ഇന്നതിന് പകരം ഞാൻ ഇന്നു മുതലെങ്കിലും ബൈബിൾ വായിക്കുന്നത് തീരുമാനിച്ചാൽ സംതിങ് സ്പെഷ്യൽ ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു യു. കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോട്ടെ, എന്നിട്ട് നിങ്ങളെ വിടത്തുള്ളൂ. എന്തെല്ലാം പറഞ്ഞാലും വിടത്തില്ല. ഒരു നല്ല ആമീൻ പറഞ്ഞേ. കുറച്ചും കൂടെ ഉള്ളിലേക്ക് വരണം. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു വാക്യം വായിക്കാം. 1 ശമൂവേൽ 3-ാം അതിന്റെ 1-ാമത്തെ വാക്യം. ഒന്ന് ശ്രദ്ധിക്കാവോ. ഭയങ്കര കാര്യമാണ് പറയാൻ പോകുന്നത്. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? സ്ക്രോൾസ് ഇല്ലായിരുന്നു. ചോദിച്ചേ. ബൈബിൾ ഇല്ലായിരുന്നു, വചനം ഇല്ലായിരുന്നു എന്ന് എഴുതി വെച്ചിരിക്കുക. വചനം ദുർലഭമായിരുന്നു എന്ന് പറഞ്ഞാൽ ബൈബിൾ പ്രിന്റ് ചെയ്യാൻ ആൾക്കാരില്ലായിരുന്നോ? അടുത്തിരിക്കുന്നവരോട് ചോദിക്കുക, ബൈബിൾ പ്രിന്റ് ചെയ്യാൻ ആൾക്കാരില്ലായിരുന്നോ? അതോ ആവശ്യത്തിന് സ്ക്രോൾസ് ഇല്ലായിരുന്നോ? വാട്ട് ഡസ് ഇറ്റ് മീൻ? എല്ലാ ആഴ്ചയിലും അന്നും പരീശന്മാർ, ശാസ്ത്രിമാർ, പുരോഹിതന്മാർ അന്നത്തെ ദേവാലയത്തിനകത്ത് അവരെല്ലാ ദിവസവും ഒരു സ്ക്രോളിൽ നിന്ന് ഒരു വാക്യം വായിക്കുന്നുണ്ടല്ലോ. പിന്നെന്താ വചനമില്ലായിരുന്നു എന്ന് പറയുന്നേ? എഴുതപ്പെട്ട വചനത്തിനായിരുന്നില്ല കുറവ്. ഞാൻ പറയുന്നത് ഒന്നുകൂടെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ എഴുതപ്പെട്ട വചനത്തിനായിരുന്നില്ല കുറവ്. എഴുതപ്പെട്ട വചനം അവരുടെ പള്ളികളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ലഭിക്കപ്പെട്ട വചനം അന്ന് അവിടെ ആർക്കും ഇല്ലായിരുന്നു. ആമേൻ. അടുത്തിരിക്കുന്നവരോട് പറ, എഴുതപ്പെട്ട വചനം അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ദൈവത്തിന്റെ ശബ്ദമാകുന്ന ദൈവവചനം ആളുകൾ കേൾക്കുന്നില്ലായിരുന്നു. കാരണം എഴുതപ്പെട്ട വചനം ദൈവത്തിലേക്ക് കൊണ്ടുവരികയും ദൈവം പിന്നീട് അവരോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരാത്മാനുഭവം അന്ന് ആർക്കും ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് കേട്ടു പറയുന്നവർ ഇല്ലായിരുന്നു. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറ, ദൈവത്തിൽ നിന്ന് കേട്ടു പറയുന്നവർ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞെടുത്ത്
അങ്ങനെ എഴുതുന്നതിന് പകരം അവിടെ എഴുതിയിരിക്കുക വചനമില്ലായിരുന്നു എന്ന്. അപ്പൊ ദൈവത്തിൽ നിന്ന് കേട്ട് പറയുന്നവരില്ല എങ്കിൽ സ്വർഗം അതിനെ കാണുന്നത് വചനത്തിന് ദൗർലഭ്യമുണ്ട് എന്നാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ദൈവത്തിൽ നിന്ന് കേട്ട് പറയുന്നവരാണെങ്കിൽ നിങ്ങൾ വചനം കൈകാര്യം ചെയ്യുന്നവരാണ്. ആദ്യമായി ശമൂവേലിനെ നോക്കിയിട്ട് ദൈവം പറയുക, എനിക്ക് എൻ്റെ വചനം ഞാൻ ശമൂവേലിന് കൊടുക്കൂ എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട വചനമല്ല, പറയുന്ന വചനം, ദൈവത്തിന്റെ ശബ്ദമാകുന്ന വചനം. അതാണ് ശമൂവേലിനെ ദൈവം ആദ്യം കൊടുത്തത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ആ ശബ്ദം കേൾക്കുമ്പോൾ അവരോരോരുത്തരും പ്രവചന ശബ്ദമായി രാജ്യത്ത് മാറാനായി തുടങ്ങുന്നു. സഭയെ നോക്കിയൊരു ദൂത് പറയട്ടെ, പ്രവാചകന്മാർ എഴുന്നേൽക്കുന്നു. സഭയെ നോക്കിയൊരു ദൂത് പറയട്ടെ, പ്രവാചകിമാർ എഴുന്നേൽക്കുന്നു. സഭയെ നോക്കിയൊരു ദൂത് പറയട്ടെ. Come on. അസാധാരണ കാര്യം, അസാധാരണ കാര്യം. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കാവോ? അടുത്ത വാചകം പറയുക, അവിടെ വിഷൻ ഇല്ലായിരുന്നു, ദർശനമില്ലായിരുന്നു. എന്ന് പറഞ്ഞ വചനം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ശബ്ദമാകുന്ന വചനം അല്ലെങ്കിൽ റേമയാകുന്ന വചനം ഇല്ലാത്തടുത്ത് ദർശനം ഉണ്ടാകത്തില്ല. എന്നാ ഈ പറയുന്നേ? ദൈവത്തിന്റെ ശബ്ദമാകുന്ന അല്ലെങ്കിൽ റേമയാകുന്ന എഴുതപ്പെട്ട വചനമല്ലാതെ ദൈവത്തിന്റെ ശബ്ദമാകുന്ന വാക്കുകൾ ഇല്ലാത്തടുത്ത് എന്തോ ഉണ്ടാകത്തില്ല. എന്നെ ഒന്ന് ചിന്തിപ്പിച്ചു. അതാ എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതപ്പെട്ട വചനമല്ലാതെ ദൈവത്തിന്റെ ശബ്ദമാകുന്ന വചനം എവിടെങ്കിലും പറഞ്ഞാൽ അവിടെ ആളുകളിൽ ദർശനം ഉണ്ടാകും. ഞാൻ വിചാരിച്ചിരുന്നത് അതുകൊണ്ട് തീർന്നു എന്നാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ മനസ്സിലായി അതുകൊണ്ട് തീരത്തില്ല. ഈ വേർഡ് അകത്തേക്ക് വന്ന് ആദ്യം വരുന്ന ദർശനമാണെങ്കിൽ പിന്നീട് വരുന്നത് അവനെ തന്നെ വെളിപ്പെടുത്താൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വചനം വായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തോട്ട്സ് ആയി വരുന്നത് ആദ്യം തരുന്നത് ദർശനങ്ങളും വിഷനുകളുമാണെങ്കിൽ അതിന്റെ പുറകെ വേറൊന്ന് വരുന്നുണ്ട്. അത് അവൻ തന്നെയാണ്. അവൻ വെളിപ്പെടാൻ പോകുകയാണ്. ഒപ്പത്തിയോ പുസ്തകത്തിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? അബ്രഹാമിന് അതിനുശേഷം 15:1 ഉൽപ്പത്തി 15:1 ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, മലയാളത്തിൽ അരുളപ്പാടെന്നാണ്. ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കാൻ കുറച്ചും കൂടെ സുഖമുണ്ട്. ആഫ്റ്റർ ദീസ് തിങ്സ് ദ വേർഡ് ഓഫ് ദ ലോർഡ് കെയിം ടു അബ്രഹാം. ആദ്യം വന്നത് ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ വാക്കുകളാണ്. അടുത്ത വാക്ക് അതോടെ വിഷനും അവനുണ്ടായി. ആമേൻ. വിഷൻ മാത്രമല്ല ഉണ്ടായത്. അബ്രഹാമിനോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അബ്രഹാമിനോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് മനസ്സിലാകുന്നില്ല, ദർശനം ഉണ്ടായിട്ട് മനസ്സിലാകുന്നില്ല. നേരെ സ്വർഗം അങ്ങ് താഴോട്ട് വന്നു, അവന്റെ കൈ പിടിച്ചു, എന്നിട്ട് നേരെ പുറത്തേക്ക് കൊണ്ടുപോയി. നോക്കട ആകാശത്തേക്ക്, ആകാശത്തിലുള്ള നക്ഷത്രം എണ്ണാമോ എന്ന് പറഞ്ഞാൽ വേർഡ് വരുമ്പോ വിഷനും ദർശനങ്ങളും അതോടൊപ്പം അവനും മാനിഫെസ്റ്റഡ് ആകാൻ തുടങ്ങും. നിങ്ങളുടെ മുറിയിൽ നിങ്ങളുടെ പ്രയർ മുറിയിൽ ദൂതൻ ഇറങ്ങണേ എന്ന് കരയണ്ട. നിങ്ങളുടെ മുറിയിൽ സ്വർഗം ഇറങ്ങണേ എന്ന് പറയണ്ട. ഈ പുസ്തകത്തോടൊപ്പം ഇരുന്ന ആദ്യം അവന്റെ വേർഡ് വരും, അതോടൊപ്പം വിഷൻ ഉണ്ടാകും, അതോടൊപ്പം അവനെ തന്നെ അവൻ വെളിപ്പെടുത്തും. How many of you want to see my God Jesus? എത്ര പേർക്ക് അവനെ കാണണമെന്നുണ്ടോ? Let meditate the word. When you start to meditate, the vision will join, and also he will manifest to you. ഈ പകൽ ചിലർക്ക് സ്വർഗത്തിന്റെ വിഷനുകൾ ഉണ്ടാകുന്നു, സ്വർഗത്തിന്റെ ദർശനങ്ങൾ ഉണ്ടാകുന്നു, സ്വർഗമുണ്ടാകുന്നു. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയോ? എൻ്റെ കൂടെ എത്തിയോ? ഞാൻ ഈ പുസ്തകം വായിക്കുമ്പോൾ എന്നെ ആദ്യം ദൈവത്തിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നേ. അതിനെ ഞങ്ങൾ വിളിക്കും I am in the presence of the word. Another word we can say I am in the presence of the Lord. When you are in the presence of the Lord, the word of the Lord come into your thoughts. That is not your thought, that is the thoughts of God. That is the thoughts of God. That is the word of the Lord. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആമേൻ പറ. അത് വെറും ഒരു ചിന്തയല്ല,
അത് ദൈവത്തിന്റെ വചനമാണ് എന്ന് പറഞ്ഞാൽ, do you know who you are? You are the carrier of the word of the Lord. Do you know who you are? You are the carrier of the word of the Lord. If you are carrying the word of the Lord, you are carrying Jesus. If you are carrying Jesus, you are carrying the presence of God. You are the carrier of the presence of the Lord. Do you know who you are? You are the mouth of the Lord. Do you know who you are? You are the mouth of the Lord. Do you know who you are? You are the voice of the Lord. ആ തോട്ട്സ് നിന്റെ വീട്ടിൽ കൊണ്ട് ചുരുട്ടി വെക്കാനല്ല, അലമാരിയിലുള്ള ഒരു ബുക്കിനകത്ത് എഴുതി വെക്കാനുള്ളതല്ല, എഴുന്നേറ്റ് പറയാനുള്ളതാ. നീ അത് പറഞ്ഞാൽ പറയും. ജോൺ ദാരു ബ്രദർ ദൈവത്തിന്റെ ശബ്ദം പറയുന്നു. എൻ്റെ ഒപ്പം എത്തിയോ? ഇത് കേട്ടിട്ട് സന്തോഷമുള്ളവർ എത്ര പേര് ഇതിനകത്തുണ്ട്? So when I was meditating the word, I started to think, that means I am meditating the Creator, or I am meditating the word means I am receiving a word from the mouth of the Lord. Oh, I am the carrier of His word. I am the carrier of His voice. I am the carrier of His voice. I am the mouth of my God. ഞാനൊരു സാധാരണ ആളല്ല, ഞാനൊരു സാധാരണക്കാരനും അല്ല. ദൈവത്തിന്റെ വചനം പറയുന്ന ആളാ ഞാൻ. കണ്ടോ കയ്യടിയുടെ ബലം പോയത് കണ്ടോ? കൈകടിച്ചൊരു ആമീൻ പറ. അതുകൊണ്ടാണ് ശമൂവേൽ 3:7 പറഞ്ഞത്, ശമൂവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞില്ല. കാരണം എന്നാന്ന് അടുത്ത വചനത്തിൽ എഴുതിയിരിക്കുക, യഹോവയുടെ വചനം അവനെ അന്നുവരെ വെളിപ്പെട്ടില്ലെന്ന്. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നത്, now Samuel did not know personally experience the Lord എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വചനത്തെ റിസീവ് ചെയ്ത, he will experience the Lord. How many of you want to experience the Lord? Simple word. Listen to the word and hear the word and meditate the word. You will experience the Lord. ബ്രദർ എന്ന് തൊട്ടാട്ടെ സ്വർഗത്തിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വിടുവേ, നീ ഇന്ന് പുസ്തകത്തിന്റെ ഒപ്പം ഇരിക്കെ, സ്വർഗം നിന്റെ മുറിക്കകത്തിരിക്കും. സ്വർഗം നിന്റെ മുറിയോട് ഇടപെടും. സ്വർഗത്തെ നീ കാണും. സ്വർഗം മുഴുവൻ നീ അനുഭവിക്കും. That is the word saying. അതാ ഈ പുസ്തകം പറയുന്നേ. ഞാൻ എപ്പോഴും സ്വർഗത്തിലെ ദൈവത്തിന്റെ രഹസ്യങ്ങളെ അന്വേഷിക്കാറുണ്ട്. ഐ എം ഷെയറിംഗ് one of the secret, one of the mystery. If you are ready to walk with and meditate this mystery, I tell you, you will see the manifestations of God, no doubt. ദൈവത്തിൻ്റെ ശബ്ദം എന്നിൽ വെളിപ്പെടുമ്പോൾ, കർത്താവിൻ്റെ വേർഡ് എൻ്റെ ഉള്ളിൽ വരുമ്പോൾ, അതോടൊപ്പം വിഷനുകളും എൻ്റെ ഉള്ളിൽ വരുവാനിടയാകും. അതോടൊപ്പം തന്നെ സ്വർഗം തന്നെ നമുക്ക് മുൻപിൽ ഇറങ്ങി വരുവാനിടയായിത്തീരും. ഓരോ വേടിനോടൊപ്പം ദൈവം ചലിക്കുന്നത്, കർത്താവിൻ്റെ സാന്നിധ്യം ചലിക്കുന്നത്, ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ നമുക്ക് മനസ്സിലാക്കാനിടയാകും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ഈ സഹോദരിയുടെ പേര് നീനു സന്തോഷ്. ചൂണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ സഹോദരി വരുന്നത്. ഈ സഹോദരിക്ക് 7 സ്കൂളിൽ താൽക്കാലികമായി ജോലി ചെയ്യുകയായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, ബ്രദറിനോട് പറഞ്ഞു, പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അത് സ്ഥിരമായി ആ ജോലി ലഭിച്ചെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. താൽക്കാലിക ജോലിയായിരുന്നു. എത്ര നാളായിട്ട് ആ ജോലി എങ്ങനെയായിരുന്നു? 2022 മുതൽ ജോലി ചെയ്യുകയാണ്. അപ്പോയിൻമെൻറ്റ് പാസ്സാകാൻ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ജൂലൈയിൽ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ ബ്രദർ പറഞ്ഞു അടുത്ത മാസം കഴിയുമ്പോൾ തന്നെ സ്ഥിരം ജോലി കിട്ടുമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതുപോലെ നടന്നു. കർത്താവ് ചെയ്തതിനായി നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ആ ജോലി സ്ഥിരമായി എന്നാ പറയുന്നത്. കർത്താവ് ചെയ്തതിനായി സ്തോത്രം. ബ്രദറിന്റെ പേര് സെബാസ്റ്റ്യൻ, എറണാകുളത്ത് നിന്നും കടന്നു വരുന്നു. ബ്രദർ പറയുന്നത് 15 വർഷം മുമ്പ് തൻ്റെ ഷോൾഡറിൽ ഒരു തടി കഷ്ണം വീണിരുന്നു. അന്നൊന്നും വലിയ പ്രശ്നങ്ങളുണ്ടായില്ല. പക്ഷേ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നല്ല വേദന തുടങ്ങി. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ബാൻഡേജ് ഇട്ടു. പക്ഷെ കഴിഞ്ഞ മാസത്തെ ടൗൺ ഹാൾ മീറ്റിങ്ങിൽ വന്ന് ബ്രദറിനോട് പ്രാർത്ഥിച്ചു.
ആ സമയം തന്നെ വേദന മാറിപ്പോയി. വീട്ടിൽ പോയി ബാൻഡേജ് അഴിച്ചു കളഞ്ഞു, പണികളെല്ലാം ചെയ്തു നോക്കി, കൈ പൊക്കി, പക്ഷേ ഒരു പ്രശ്നവുമില്ലെന്നാ ബ്രദർ പറയുന്നത്. 15 വർഷം മുമ്പ് വീണതാ. ബ്രദറിന് പിന്നീട് വേദന വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു പ്രയാസം? വേദന വന്നപ്പോൾ ഞാൻ പല സ്ഥലത്തും പോയായിരുന്നു. പിന്നെ ഞാൻ വല്ല മൈൻഡ് ചെയ്യാൻ നിന്നില്ല. വർക്കിന് പോകും. പിന്നീട് എനിക്ക് കൈ ഇങ്ങനെ പൊക്കാൻ പറ്റില്ല, പിന്നെ ബാക്കിലെടുക്കാൻ പറ്റില്ല. അങ്ങനെ കൈ പൊക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ ഇതായിട്ട് വരുള്ളൂ. പിന്നെ ബാക്കിലേക്കൊന്നും കൈ ഇങ്ങനെ വരില്ല, തിരിഞ്ഞു വരത്തില്ല. എത്ര നാളോളം ഈ പ്രയാസം ഉണ്ടായിരുന്നു? 5-6 മാസം ഇതിങ്ങനെ വന്നിട്ട് ഇപ്പം ജസ്റ്റ് ഇപ്പം ഞാൻ 2 മാസത്തോളം ഇപ്പോൾ വീട്ടിൽ തന്നെയാണ്. ജോലിക്ക് പോകാൻ കഴിയത്തില്ലായിരുന്നു? ജോലിക്ക് പോകാൻ കഴിയില്ല. ഇപ്പോഴും പോയി തുടങ്ങിയിട്ടില്ല ഞാൻ. പക്ഷേ ഇന്നലെ കഴിഞ്ഞ മാസം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച്, അപ്പം കെട്ടോടുകൂടിയാണ് വന്നത്. ഇവിടെ നിന്നിട്ട് ഇപ്പോൾ ബ്രദർ എന്നോട് ഞാൻ കാണിച്ചില്ല. ബ്രദർ പറഞ്ഞു ഇതെന്താണെന്ന് ചോദിച്ചു. ഷർട്ട് കഴിക്കാൻ പറഞ്ഞ് ഞാൻ കാണിച്ച്. അപ്പോഴാണ് പറഞ്ഞ അപ്പോൾ കൈ പൊക്കാൻ പറ്റില്ല, അനക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് എല്ലാം പൊക്കിക്കെന്ന് പറഞ്ഞു. ഞാൻ പൊക്കി കൈ പുറകോട്ടൊന്ന് തിരിച്ചും കൂടെ കാണിച്ചേ. ഹല്ലേലൂയ. അങ്ങനെ കഴിഞ്ഞ സൗഖ്യം കിട്ടി. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല. ആമേൻ. രാത്രി തന്നെ ഞാൻ എൻ്റെ കെട്ടുകൾ കംപ്ലീറ്റ് ഞാൻ എൻ്റെ വൈഫിനെ കൊണ്ട് തന്നെ അഴിപ്പിച്ച് കളഞ്ഞു. ഇനി എന്തിനായി കെട്ട്, ഇനി വേണ്ട. വേറെ പറയുന്നത് ജോലിക്ക് പോകാൻ 2 മാസമായിട്ട് കഴിയുന്നില്ലായിരുന്നു. കൈ ഉയർത്താൻ കഴിയത്തില്ല, തിരിക്കാൻ കഴിയത്തില്ല. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം മീറ്റിംഗ് വന്ന ആ സമയം കർത്താവിന്റെ കരം ചലിച്ചു. വീട്ടിൽ ചെന്ന് തനിയെ കെട്ടുകൾ അഴിച്ച് കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം. താങ്ക് യു ജീസസ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ ബ്രദറെ. എൻ്റെ പേര് ജയ, ചേർത്തലയിൽ നിന്ന് വരുന്നു. വർഷങ്ങളായി ബ്ലീഡിങ് ഉണ്ടായിരുന്നു. മൂലം യൂട്ടസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ വീട്ടിലെ ഒരു പ്രെയർ മീറ്റിങ്ങിൽ അവർക്ക് യൂട്ടസ് റിമൂവ് ചെയ്യേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. എന്നാലും അവരുടെ ബ്ലീഡിങ് നിന്നിരുന്നില്ല. എന്നാൽ 2019 നമ്മൾ ടൗൺ ഹാളിൽ വെച്ചിട്ടുണ്ടായിരുന്ന മീറ്റിങ്ങിൽ ഇവർക്ക് അന്നേ ദിവസം ബ്ലീഡിങ് ഉണ്ടായി. എന്നാൽ അവർ വളരെ ഭയപ്പാടോടുകൂടിയാണ് ഇരുന്നത്. എന്നാൽ അന്ന് മുതൽ അവർക്ക് ആ ബ്ലീഡിങ് ഉണ്ടായില്ല. സിസ്റ്റർ, ഇത് 2019 നടന്ന അത്ഭുതമാണോ? 19-ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് പേടിച്ചാണ് ഇവിടെ വന്നത്. പക്ഷേ മക്കൾ പറഞ്ഞ് എന്തായാലും ഇരിക്കാന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ ഇരുന്നു. പീരീഡ്സ് ആയതുകൊണ്ട് ഞാൻ പേടിച്ച് പോകും. അപ്പോൾ ബ്രദറിനോട് ഞാൻ പറഞ്ഞില്ല പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രാർത്ഥിച്ചു വിട്ടെങ്കിലും ഈ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ല. പക്ഷെ അന്ന് തന്നെ എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. പിന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ റിട്ടയർ SIയുടെ ഭാര്യ, കള്ളം പറയുന്ന ആളുകളല്ല. ഏകദേശം 5 വർഷത്തോളമായി കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി പറയുന്നു. കർത്താവ് ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ, അത് മിറക്കിൾസ് എന്ന് പറയുന്നത് അത് ഓരോന്നും സൂപ്പർ നാച്ചുറലാണ്. ദൈവം തന്നെ നമ്മുടെ ലൈഫിൽ അവൻ്റെ കൃപ കാരണം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അതിൻ്റെ വാല്യൂ വളരെ വലുതാണ്. ഓരോ ദിവസവും അത്ഭുതങ്ങളിൽ ജീവിക്കാൻ കഴിയട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അപ്പോൾ ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവിക വചനങ്ങൾക്കായി നന്ദി പറയുന്നു. കർത്താവേ, അവിടുത്തെ ശബ്ദത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, നിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ചലിക്കണമേ അപ്പാ. അവിടുത്തെ പ്രവൃത്തി ഞങ്ങളുടെ മേൽ ചലിക്കണമേ അപ്പാ. ഓരോ ദിവസവും അത്ഭുതങ്ങളിൽ ജീവിക്കാൻ കർത്താവേ, ആത്മീയത്തിലെ അടുത്ത അനുഭവത്തിലേക്ക് വിശുദ്ധൻ ഇനിയും നിന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് ദൈവജനം പറയുന്നു. ഓരോ ദിവസവും അടുത്തൊരു അനുഭവത്തിലേക്ക് ഓരോ വ്യക്തികളെയും അവിടുന്ന് കൊണ്ടുപോകണമേ അപ്പാ. അപ്പോൾ ഞങ്ങളോട് സംസാരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾക്കായി നന്ദി പറയുന്നു. ഹൃദയങ്ങളെ സൂക്ഷിക്കുവാൻ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ തക്കോണം ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ അപ്പോൾ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നല്ലോ അപ്പാ. എന്നോടൊപ്പം ആയിരിക്കുന്ന കുടുംബങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ആമേൻ. താങ്ക് യു ജീസസ്. പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണാം. ആ വ്യക്തി തൻ്റെ ബിസിനസ്സിനോട് ബന്ധപ്പെട്ടല്ല, പക്ഷെ തൻ്റെ ലൈഫിൽ താൻ ഒത്തിരി തകർച്ചയിലാണ് ആയിരിക്കുന്നത്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കരം ചലിക്കുകയാണ്. താൻ ആയിരിക്കുന്ന കുഴിയിൽ നിന്നും വലിച്ചു കയറ്റുന്ന ദൈവത്തിൻ്റെ കരത്തെ കാണാം. അപ്പോൾ ആ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ആ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു അപ്പാ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു യേശുവേ. നന്ദി പറയുന്നു കർത്താവേ. ഒരു വളവിൽ ഒരു തോടിൻ്റെ സൈഡിൽ വീടുള്ള ഒരു വ്യക്തിയെ കാണാം. ഹല്ലേലൂയ. നന്ദി പറയുന്നു അപ്പാ. യേശുവേ, ആ വ്യക്തിയുടെ ലൈഫിൽ താൻ ആയിരിക്കുന്ന ചില കേസുകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും കർത്താവ് തന്നെ വിടുവിക്കുന്നത് കാണാം. അപ്പോൾ നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു യേശുവേ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. കുടുംബങ്ങളെ അവിടുന്ന് തൊട്ടതിനായി സ്തോത്രം. എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിക്കട്ടെ അപ്പാ. ദൈവത്തിൻ്റെ വിടുതലുണ്ടാകട്ടെ. ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അവിടുത്തെ
കരം സ്പഷ്ടമായൊരു ജീവിതത്തിൽ ഇടപെടട്ടെ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വലിയ നന്മകൾ കൊണ്ട് കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.